MA ബേബിയായിട്ട് എൻ്റെ ബന്ധം എപ്പോൾ തുടങ്ങിയതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. വളരെ ദീർഘകാലത്തെ ബന്ധമാണ്. അതിൽ അന്നും ഇന്നും രാഷ്ട്രീയമുണ്ടായിരുന്നില്ല. തുടങ്ങുന്നത് സംഗീതത്തിലൂടെയാണ്. MA ബേബി സ്ഥാപിച്ച സ്വരലയ ഇന്ന് ഇന്ത്യ മുഴുവനുമുണ്ട്. വളരെ പ്രശസ്തവുമാണ്. ഇത് കണ്ണൂരിൽ തുടങ്ങിയത്, കണ്ണൂരിലല്ല, കേരളത്തിൽ തുടങ്ങിയത് എൻ്റെ ഒരു പ്രസംഗത്തോടു കൂടിയാണ്. ഞാൻ അന്ന് മസ്കറ്റിൽ ഒരു പരിപാടിക്ക് പോയതാ. അപ്പോൾ എനിക്ക് ബേബിയുടെ ഒരു മെസ്സേജ് കിട്ടി. നിങ്ങൾ ഉടനെ തിരുവനന്തപുരത്തേക്ക് വരണം, അടിയന്തരമായ ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ പരിപാടി വെട്ടിച്ചുരുക്കി അടുത്ത വിമാനത്തിന് തന്നെ തിരുവനന്തപുരത്തേക്ക് മടങ്ങി. അത് സ്വരലയ കേരള ചാപ്റ്ററിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിരുന്നു. പ്രശസ്ത വയലിൻ വിദുഷിയായ എൻ രാജത്തിൻ്റെ ഒരു കച്ചേരിയോടുകൂടിയാണ് ആ പരിപാടി ആരംഭിച്ചത്. അന്ന് കേരളം ഭരിച്ചിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. പാർട്ടിയുടെ ആഭിമുഖ്യത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ ആരും വന്നിട്ടില്ല, ആരെയും ക്ഷണിച്ചിട്ടില്ല. മേയർ മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളാണ്, അവരെ ക്ഷണിച്ചിട്ടില്ല. രാജ്യത്തിൻ്റെ കച്ചേരി എൻ്റെ ഉദ്ഘാടന പ്രസംഗം ഇത്രമാത്രം ആയിരുന്നു. അന്നത്തെ പ്രസംഗം അവർ പാട്ടുപാടി, നമ്മൾ പള്ളി പൊളിച്ചു. പ്രസിദ്ധമായ പള്ളി പൊളിച്ച, ബാബറി മസ്ജിദ് പൊളിച്ച ആ ഒരു ബഹളമുണ്ടായ ആ സമയത്താണ് ഈ പരിപാടി നടക്കുന്നത്. തലേന്ന് രാത്രി ബേബി എന്നോട് പറഞ്ഞു, പത്മനാഭൻ നാളത്തെ പ്രസംഗം വാചാപ്രസംഗം ആക്കേണ്ട, എഴുതി വായിച്ചാൽ മതി, നമുക്കതൊരു റെക്കോർഡാക്കണം. ഞാൻ രാത്രി ഓർമ്മയിൽ നിന്ന് എഴുതിയതാണ്. അവർ പാട്ടുപാടിയത് പ്രശസ്തരായ മുസ്ലിം ഉസ്താദുമാരാണ്. അവർ പാട്ടുപാടി, നമ്മൾ ചെയ്തത് പള്ളി പൊളിക്കലായിരുന്നു. ഇതായിരുന്നു തലക്കെട്ട്. ഇത് ബേബി നിമിത്തം കിട്ടിയ ഒരു സംഭാവനയാണ്. ബേബിയുമായിട്ട് ഇന്നും നമ്മൾ സംസാരിച്ചത് ഒട്ടുമുക്കാലും സംഗീതമാണ്. പാശ്ചാത്യ സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും കർണാട്ടിക് സംഗീതവും ഒക്കെ. ബേബിയുടെയും ഇഷ്ടവിഷയം അതാണ്. അല്ലാതെ കാര്യമായി രാഷ്ട്രീയമൊന്നും സംസാരിച്ചിട്ടില്ല. അതൊന്നും ഒരു വിഷയം എന്ന് പറയണ്ട ഇല്ല. ഇപ്പോഴത്തെ സെക്രട്ടറി രാഗേഷ് ജൈവകൃഷിയുടെ ഒരാളാണ്. അദ്ദേഹവും ഭാര്യയും സ്ഥിരമായി ഇവിടെ അവർ കൃഷി ചെയ്ത് കിട്ടുന്ന ഫലങ്ങൾ കൊണ്ടുതരാറുണ്ടായിരുന്നു. എനിക്ക് പല സുഹൃത്തുക്കളും ഇടുക്കിയിൽ നിന്നും പീരുമേട്ടിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ കൊണ്ടുതരും. പിന്നെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മുടെ ശിവദാസൻ MP സ്ഥിരമായി കൊണ്ടുതരും. ഇവിടുത്തെ എൻ്റെ ഹോം നേഴ്സ് പത്മാവതി പഴപ്രഥമൻ വെക്കുന്ന കാര്യത്തിൽ വളരെ നിഷ്ണാതയാണ്. പ്രഥമനിൽ ഏറ്റവും നല്ലത്, രുചികരം പഴപ്രഥമനാണ്. അതിൻ്റെ രുചി 1-2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇന്നിപ്പം അടുപ്പത്ത് നിന്ന്
വാങ്ങിയതിൻ്റെ ഉടനെ തന്നെയാണ് ഉപയോഗിക്കുക. അതിന് എന്തെങ്കിലും യോഗ്യതയുണ്ടെങ്കിൽ ആ യോഗ്യത ശിവദാസിന് അവകാശപ്പെട്ടതാണ്. ശിവദാസ് വന്നാലും ഞങ്ങൾ സംസാരിക്കുക, ജൈവകൃഷി, ലൈബ്രറി പ്രസ്ഥാനം ഇത്തരം കാര്യങ്ങളാണ്.